എൻ്റെ മേരി. ഞാൻ 2025 ഓഗസ്റ്റ് 10 മുതൽ 15 വരെയുള്ള ധ്യാനത്തിന് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും വന്ന് കൂടിയിരുന്നു. 2025 ആ ധ്യാനം കൂടി അന്ന് മുതൽ എൻ്റെ ഭർത്താവിൻ്റെ 50 വർഷമായ മദ്യപാനം മാറി. രണ്ടുപേരും കൂടി ആ ധ്യാനത്തിൽ 2025 ഓഗസ്റ്റിൽ കൂടി 50 വർഷമായിട്ടുള്ള മദ്യപാനമായിരുന്നു. 3 പ്രാവശ്യം അഡീഷണൽ സെന്ററിൽ കൊണ്ടുപോയതാണ്. അതാ അത്രമാത്രം മദ്യപിച്ചിരുന്ന ആളായിരുന്നു. മദ്യപിച്ചിട്ട് വന്നാൽ വീട്ടിൽ പ്രശ്നങ്ങളുമാണ്. അതല്ലേ. അപ്പോൾ അത് പിന്നെ അതിൽ നിന്ന് വിടുതൽ കിട്ടിയില്ലേ? കിട്ടിയിട്ടില്ല. ഇവിടെ വന്ന പിന്നെ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. ചേട്ടൻ്റെ പേരെന്താ? തമ്പി. തമ്പി ചേട്ടൻ എന്താ ചെയ്തത്? വല്ല സ്പെഷ്യലായിട്ട് വല്ല തേൻ കഴിച്ചിരുന്നോ? ഒലിവോല് കഴിച്ചിരുന്നോ? തേനും ഒലിവോലും അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ ഇപ്പം അങ്ങനെ തോന്നുന്നില്ല കഴിക്കാൻ. നല്ലൊരു കൈയടി കൊടുത്തേക്കണ്ടോ? എന്തൊരു വലിയ സാക്ഷിയാണ് അവിടെ. സാക്ഷിയാക്കി മാറ്റി ചേട്ടനെ. കണ്ടോ? ബന്ധന പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങിയിട്ട് ബന്ധന പ്രാർത്ഥനയും ഞാൻ എന്നും പുസ്തകത്തിലെ മുഴുവൻ ചെല്ലും. ആനാം വെള്ളം തളിക്കും, കുന്തിരിക്കും, കത്തിക്കും, എല്ലാം ചെയ്യുന്നു. അത്ഭുതമല കാണാറുണ്ടോ? അതും കാണോ? അന്ന് മുതലുള്ള പ്രാർത്ഥന ജീവിതമാണ്. പിന്നെ അന്ന് മുതൽ എന്ത് വലിയ സാക്ഷിയാണ് കേട്ടോ. കണ്ടോ? വലിയ സാക്ഷി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മോന് 34 വയസ്സായിട്ട് വിവാഹം നടക്കുന്നില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ധ്യാനം കൂടി കൗൺസിലർ എന്നോട് പറഞ്ഞു 6 മാസത്തിനുള്ളിൽ കല്യാണം നടക്കും. പിന്നെ ഞാൻ സഹനപാതയിൽ പോയി പ്രാർത്ഥിച്ചു. അവിടെ പ്രാർത്ഥിച്ചു. ഇപ്പം 4ാമത്തെ ധ്യാനം ഞങ്ങൾ 1 ഡേ ധ്യാനം കൂടുന്നത്. കൂടി പ്രാർത്ഥിച്ചു. മോൻ്റെ കല്യാണം കഴിഞ്ഞ മാസം നടന്നു. കരകളടിച്ച് നന്ദി പറഞ്ഞു. കണ്ടോ? കൗൺസിലർ പറയുക ചെയ്തേ സഹനപാതയിൽ പോയി പ്രാർത്ഥിക്കാൻ. കണ്ടോ? പിന്നെ എൻ്റെ ഇയർ ബാലൻസ് 3-4 വർഷം കൊണ്ടായിരുന്നു. അതും എനിക്ക് മാറിക്കിട്ടി. ഉപ്പുറ്റി വേദന ഉണ്ടായിരുന്നു. ഞാനൊരു മരുന്നും ഒന്നിനും കഴിക്കാറില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഈ തേൻ പെരട്ട് പെരട്ട് കഴിച്ചിട്ട് അതും മാറിക്കിട്ടി. എനിക്ക് ഉപ്പുറ്റി വേദന മാറിക്കിട്ടി. ഇയർ ബാലൻസ് മാറി. അതിനുപരിയായി എൻ്റെ മോടെ ഇളയ കൊച്ചിന് കഴിഞ്ഞ 2 മാസമായിട്ട് ചെവിയുടെ താഴെ ഒരു മുഴ പോലെ വന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അത് ഓപ്പറേഷൻ ചെയ്തു. പഴുപ്പായിരുന്നു, കീറി കഴിഞ്ഞ് പിന്നെ ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അവർക്കൊരു സംശയമുണ്ട് TV ആണോന്ന്. അങ്ങനെ ബയോപ്സി അയച്ചപ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അത് ബയോപ്സിക്ക് അയച്ചു. ഇന്നലെ വൈകുന്നേരം റിസൾട്ട് വന്ന് നെഗറ്റീവായി. ഞാനിവിടെ വന്ന് കൊച്ചിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു. അത് കൊച്ചിനെയും കൊണ്ടുവന്നിട്ടുണ്ട്, കൂടെ ഉണ്ട്. അത് ദൈവം നന്ദി പറയാം. കരമടിച്ച് നന്ദി പറയാം. ദൈവത്തിന് നന്ദി.